everyone, I am Mubina Ashkar. This is my channel full of chemistry. Today I am going to present about Jahn Teller distortion and Spinels. എന്താണ് Jahn Teller distortion? Any non-linear system in a degenerate electronic state will be unstable and undergo distortion, which will lower its symmetry and energy and split the degenerate state. അതായത് ഏതെങ്കിലും മെറ്റൽ അയോണിൻ്റെ ഡി ഓർബിറ്റിൽ ഒരു അൺസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇലക്ട്രോൺസിൽ നടക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും? ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. നമുക്ക് രണ്ട് കേസസ് എടുക്കാം, ഹൈ സ്പിൻ സ്റ്റേറ്റ് ആൻഡ് ലോ സ്പിൻ സ്റ്റേറ്റ്. ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് ഹൈ സ്പിൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഹൈ സ്പിന്നിൽ അൺസിമെട്രിക്കൽ ആയിട്ടാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ D1 T2 G1, D2 T2 G2, D4 T2 G3 EG1, D6 T2 G4 EG2, and D7 T2 G5 EG2, and D9 T2 G6 EG3. ഇവിടെയൊക്കെ ഒരു അൺസിമെട്രി ഇൻ ഫില്ലിംഗ് ഉണ്ട്. അതുകൊണ്ട് അവിടെ എന്തുണ്ടാവും? ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ടിക്ക് ഇട്ടുള്ളത്. പക്ഷേ സിമെട്രിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് T2 G3 ആൻഡ് T2 G3 EG2. അതെന്താണ്? കംപ്ലീറ്റ്ലി ഹാഫ് ഫീൽഡ് ആണ്. അതുപോലെ T2 G6 EG2 എന്താണ്? T2 G6 ഫുള്ളി ഫീൽഡും EG2 ഹാഫ് ഫീൽഡുമാണ്. ആൻഡ് T2 G6 EG4 കംപ്ലീറ്റ്ലി ഫുൾ ഫീൽഡ്. അവിടെയൊക്കെ എന്താണ്? ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടാവില്ല, കാരണം ഇറ്റ്സ് എ സിമെട്രിക്കൽ. ഓക്കെ, സ്പിൻ സ്റ്റേജ് ആണെങ്കിൽ, അതായത് ഫോർ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ D1 T2 G1, D2 T2 G2, D4 T2 G4 ആൻഡ് D5 T2 G5 because its low spin pairing occurs, and D7 T2 G6 EG1 and D9 T2 G6 EG3 where it's all have unsymmetrical distribution, so there are Jahn Teller distortion. ഇപ്പോൾ Jahn Teller distortion കാണിക്കാത്തതാണ് D3 T2 G3 and D6 T2 G6 fully filled, and D10 T2 G6 EG4 and D8 T2 G6 EG2. അപ്പോൾ അവിടെ എന്താണ്? സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കില്ല. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, ഡി കോൺഫിഗറേഷൻ തന്നിട്ട് ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ T2 EG എഴുതി നോക്കിയിട്ട് വേണം പറയാൻ. ഓക്കെ, അതുപോലെ ഈ ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒരു എക്സാമ്പിളാണ്, വെൽ നോൺ എക്സാമ്പിളാണ് Cu2+ എന്ന് പറയുന്നത്. ഇപ്പോൾ കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? 4s1 3d10. ഇപ്പോൾ Cu2+ ആകുമ്പോൾ D9 സിസ്റ്റമാണ്. അത് ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കുന്നുണ്ട്. അത് രണ്ട് ടൈപ്പ് ഉണ്ട് ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ, Z in കംപ്രഷൻ ആൻഡ് Z out ഇലോങ്ങേഷൻ. അപ്പോൾ അതിൽ ഏതാണ് Cu2+ കാണിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ആൻസർ Z out ഇലോങ്ങേഷൻ ആണ്. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ Cu2+ ആകുമ്പോൾ എന്താണ്? D9 ആണ്. അപ്പോൾ D9 ആകുമ്പോൾ എങ്ങനെ എഴുതാം? T2 G6 EG3 എന്ന് എഴുതാം. അപ്പോൾ EG3യിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ EGയിൽ 2 ഓർബിറ്റൽസ് ആണുള്ളത്. അപ്പോൾ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണും സെക്കൻഡ് ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് എഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? ഒന്ന് dx² - y² 2 dz² 1, ഓർ dx² - y² 1 dz² 2. അപ്പോൾ അത് രണ്ട് തരത്തിൽ എഴുതി നമ്മൾ. ആദ്യം d² - y² 2 ഇലക്ട്രോൺ ആവാം, അതുപോലെ dz² 1 ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ dz² 2 ഇലക്ട്രോണും d² - y² 1 ഇലക്ട്രോണും ആവാം. അപ്പോൾ ഇങ്ങനെ d² - y² 2 ഇലക്ട്രോൺ ആവുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Z in കംപ്രഷൻ എന്ന് പറയുന്നത്. ഹിയർ അലോങ് Z ആക്സിസ് ഇസ് കംപ്രസ്ഡ്, സോ എനർജി ഇൻക്രീസ്, ആൻഡ് ലിഗാൻഡ് അലോങ് X and Y ആർ ഇലോങ്ങേറ്റഡ്. ദിസ് ഈസ് Z in കംപ്രഷൻ. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ dz² 2 ഇലക്ട്രോണും dx² - y² 1 ഇലക്ട്രോൺ ആണെങ്കിൽ എന്തുണ്ടാവും? ഇതിന് പറയുന്നു Z out ഇലോങ്ങേഷൻ. ദാറ്റ് ഈസ് ദി ഇലോങ്ങേഷൻ ഓഫ് 2 ബോണ്ട് അലോങ് Z ആക്സിസ് ഈസ് എനർജറ്റിക്കലി മോർ ഫേവറബിൾ ദാൻ ഇലോങ്ങേഷൻ ഓഫ് 4 ബോണ്ട്സ് അലോങ് X and Y ആക്സിസ്. Therefore, in the case of Cu2+ D9 system, Jahn Teller distortion is occurs due to Z out elongation. That is dz² 2 dx² - y² 1. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നോക്കാം, സ്പൈനൽ ആൻഡ് ഇൻവേഴ്സ് സ്പൈനൽ. അത് വളരെ സിമ്പിളാണ്, പക്ഷെ ചോദിക്കാനും ചാൻസ് ഉള്ളതാണ്. What is spinel? Spinel have the general formula AB2O4. A is in +2 oxidation state and B is in +3 oxidation state. Okay, A is in +2 and B is in +3 oxidation state, and A may be second group metal or transition element, and B can be third group or transition element. Also, it has the general formula A occupy in tetrahedral site and 2 B's are occupy in octahedral site.
Okay, this is very important. A occupy in tetrahedral site and 2B occupy in octahedral site. So we know the number of octahedral site is equal to 2 into number of tetrahedral site. For example, for spinel പഠിച്ചു വെക്കുക Mn3O4 and CO3O4. ഇൻവേഴ്സ് സ്പൈനൽ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് സ്പൈനലിനേക്കാളും. അതായത് ജനറൽ ഫോർമുല ഈസ് AB2O4 ബട്ട് B occupy in tetrahedral site and A and B are occupy in octahedral site. Okay, spinal എങ്ങനെയായിരുന്നു A in tetrahedral and 2 B's in octahedral, whereas in inverse spinal B occupy in tetrahedral site and A and B are in octahedral site. Please note the examples Fe3O4 and Ni3O4. Questions നോക്കാം. The correct statement about Cu and bond distance in the given compound is option A, all the bond distances are equal, axial bonds are longer than equatorial, equatorial bonds are longer than axial bonds, all the bond distances are unequal. അപ്പോൾ എന്താണ് കോമ്പൗണ്ട്? CuNH3 6 times 2+ ആണ്. അതായത് കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും 2+ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. Cu2+ അത് D9 സിസ്റ്റം ആണ്. അത് ജാൻ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കുന്നുണ്ട് T2G6 Eg3. So it shows Z out elongation, that is the answer is B, axial bonds are longer than equatorial. Question, the right statement about the two complexes are A diamagnetic, B paramagnetic. A paramagnetic, B diamagnetic, both paramagnetic, both diamagnetic. അപ്പോൾ ആൻസർ ഈസ് ബോത്ത് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഈ വാട്ടർ NH3 ലിഗാൻസിന് പകരം കാർബണൈലോ സയനൈഡ് അയണോ ആണെങ്കിൽ എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സ്പൈനൽ സ്ട്രക്ചർ ഓഫ് CO3O4. ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ വന്നത് ക്വസ്റ്റ്യൻ സ്പൈനൽ ആൻഡ് ഇൻവേഴ്സ് സ്പൈനൽ. ഇപ്പോൾ CO3O4ൻ്റെ സ്പൈനൽ സ്ട്രക്ചറാണ് ചോദിച്ചുള്ളത്. അപ്പോൾ സ്പൈനലിൽ നമ്മൾ എന്താ പറഞ്ഞത്? AB2O4 is general formula. A is in tetrahedral, B2 is in octahedral. So the option is A. Option A is correct. CO2 plus tetrahedral, 2CO3 plus octahedral O4. A is in +2 oxidation state and B is in +3 oxidation state. Fourth question, the number of manganese ion in tetrahedral and octahedral site respectively are in Mn3O4 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം Mn3O4 ഒരു സ്പൈനലാണ്. സോ ദ ആൻസർ ഈസ് 1 Mn2 പ്ലസ് ആൻഡ് 2 Mn3 പ്ലസ്. 1 Mn2 പ്ലസ് tetrahedral and 2 Mn3 പ്ലസ് in octahedral site. The fifth question, in trigonal bipyramidal geometry the d orbital with highest energy is 1 dx square minus y square, 2 dz square, 3 dxz and 4 dyz. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് ജോമെട്രിയിൽ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഓർഡർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ ഞാനിവിടെ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയുടെ മാത്രം ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് എനർജി ഓർഡർ എഴുതിയിട്ടുണ്ട്. DXZ ഈക്വൽ ടു DYZ ലെസ് ദാൻ DX സ്ക്വയർ മൈനസ് Y സ്ക്വയർ ഈക്വൽ ടു DXY ലെസ് ദാൻ DZ സ്ക്വയർ. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഡി ഓർബിറ്റൽ വിത്ത് ഹയസ്റ്റ് എനർജി ഈസ് ഓപ്ഷൻ B, dz square. That is option 2, dz square. Okay, let's wind up. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രി റിലേറ്റഡ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും പറ്റിയ ഒരുപാട് ടോപ്പിക്സും മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് മുബീന അഷ്കർ ആൻഡ് താങ്ക് യു.